പഴകുളം മധു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസ് നേതാക്കൾ പലർക്കും ആക്സസബിൾ ആണ് എന്നുള്ളതാണ്. പത്മജ പറയുന്നു, അതിന് തുടർച്ചയായി ദീപ്തി മേരി പറയുന്നു, എന്നെയും ബന്ധപ്പെട്ടിരുന്നു എന്ന്. ആ കാലഘട്ടത്തിൽ അവരൊന്നും തന്നെയും ഇക്കാര്യം പറയുന്നില്ല. ഒരു അവസരം വരുമ്പോൾ അത് പറയുന്നു എന്ന് വരുമ്പോൾ പഴകുളം മധു എല്ലാവരും ഓപ്പൺ ഫോർ സെയിലാണോ? നികേഷേ, എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ല, ലോകത്തെല്ലായിടത്തും ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യയിൽ കോൺഗ്രസിനെ നശിപ്പിക്കുക, കോൺഗ്രസിനെ അതിനെ ബലക്ഷയമുണ്ടാക്കുക, അതിനെ ഇല്ലാതെയാക്കുക EMSന്റെ തിയറിയാണ്. ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ തകർക്കും. ആ തിയറിയാണ് ഇപ്പോഴും ഇവരെ വേട്ടയാടുന്നത്, ഇവരെ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഇവരിതെല്ലാം പറയുന്നത്. ഇപ്പം തന്നെ ഇവർ നേരിടുന്ന ഒരു പ്രധാന ആക്ഷേപം എന്താണ്? എവരാണ് BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ആര് വഴി? ലോക്നാഥ് ബെഹ്റ വഴി. എന്തിനാണ് അവരത് ചെയ്യുന്നത്? സത്യത്തിൽ കോൺഗ്രസിൽ നിന്നും ഒരു നേതാവ് BJPയിലേക്ക് പോയി. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന് പാലം കൊടുക്കുന്നതെന്ന് ഇവിടെ അത് കേൾക്കുന്നു. അത് എന്തുകൊണ്ടാണ്? എവരുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയായിരുന്നു, തെളിവ് തരാമെന്ന് പറഞ്ഞിരുന്നു. തെളിവ് തരാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം. അത് തെളിവ് ഒക്കെ കൃത്യമായ സമയത്ത് തെളിവ് ഹാജരാക്കും. ലോക്നാഥ് ബെഹ്റ വന്ന് തെളിവില്ലെന്ന് പറയട്ടെ. ഈ സർക്കാരിന്റെ പോലീസ് CCTVയും മറ്റു ഫോണും രേഖകളൊക്കെ പരിശോധിച്ചാൽ തെളിവുകളെല്ലാം കിട്ടുന്നതാണോ? VD സതീശൻ തലയണയ്ക്ക് അടി വെച്ചിട്ട് ഉറങ്ങുകയല്ല തെളിവ് അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ അനിലെ, പ്ലീസ് അല്ലേ, ഞാൻ നിർത്താം. അനിലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, 1952 നടന്ന ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 9% വോട്ട് നേടിയ പാർട്ടിയാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. 2024 നിങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ 2% വോട്ടേ നേടിയിട്ടുള്ളൂ. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ബംഗാളിൽ 35 വർഷക്കാലം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം കോൺഗ്രസിനെ ഞാൻ പറയുന്നത് കേൾക്കൂ. അന്ധമായ കോൺഗ്രസ് വിരോധം വിട്ട് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ ചെങ്കൊടിയുമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വഴിയിൽ നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആ തിരിച്ചറിവെങ്കിലും ഉൾവിളിയെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ വിനീതമായി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ പഴിയേക്കുന്ന മറ്റൊരു കാര്യം ദല്ലാൽ നന്ദകുമാറാണ്. ഇപ്പൊ നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിനെ പൊക്കിപ്പിടിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു ദീപ്തി മേരി വർഗീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. നിങ്ങളിപ്പോ നിങ്ങളുടെ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ വാഴ്ത്തുന്നു, നിങ്ങളും വാഴ്ത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ സ്വപ്ന ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിച്ചതും വന്നതും കണ്ടതും ചർച്ച നടത്തിയതും ഡീൽ ചെയ്തതും സത്യമാണോ? ദല്ലാൽ നന്ദകുമാർ ഈ പറയൽ സത്യമാണെങ്കിൽ സ്വപ്ന പറഞ്ഞതും ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന കാര്യങ്ങൾ സത്യമല്ലേ? അപായത്തിലേക്ക് പോയല്ലേ, അപകടത്തിലേക്ക് പോയല്ലേ? ആറ്റിലേക്ക് അച്ചുതാ ചാടല്ലേ, വീട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. വെറുതെ നാണം കെടല്ലേ അനിൽകുമാറെ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നുപെട്ടിരിക്കുന്ന അപജയം. അനിൽകുമാറെ, നിങ്ങൾക്ക് കോൺഗ്രസിനെ പഴിയാനല്ലോ നേരം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 BJP MPമാർ ബ്രിജേന്ദ്ര സിംഗ് അടക്കം ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ഗുസ്തി താരങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച BJPയുടെ കേന്ദ്രമന്ത്രിക്കെതിരായി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ BJP ഒറ്റപ്പെടുത്തിയ ബ്രിജേന്ദ്ര സിംഗ് ഇന്ത്യയിൽ കോൺഗ്രസിൽ ചേർന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ കഴിയാത്തത്? കോൺഗ്രസിനെ നോവിക്കണം, BJP വളരട്ടെ, തഴച്ചു വളരട്ടെ, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ ഈ നയം നിങ്ങൾ അവസാനിപ്പിക്കാത്ത കാലത്തോളം നിങ്ങളുടെ 1948 കൽക്കട്ട തീസിസ് എന്താ പറഞ്ഞത്? അധികാര കൈമാറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കറുത്ത സായിപ്പിന്റെ കയ്യിലേക്ക് വെളുത്ത സായിപ്പ് കൊടുത്തത് നെഹ്റു സാമ്രാജ്യത്തിന്റെ വാദിയാണ്, സാമ്രാജ്യത്തിന്റെ ഏജന്റാണെന്ന് നിങ്ങൾ പറഞ്ഞു. നെഹ്റു സർക്കാരിനെ പുറത്താക്കാൻ സായുധ കലാപം ഉണ്ടാക്കണം നിങ്ങൾ 48 പറഞ്ഞു. നിങ്ങളെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും 48 കൽക്കട്ട തീസിസിന്റെ പര്യമ്പുറത്ത് നിന്ന് കറങ്ങുകയാണ്, കെട്ടിയ കുറ്റിയിൽ കറങ്ങുകയാണ്. അവിടുന്ന് തിരിച്ചുവാ, അത് തിരിച്ചു വരാൻ അനിലിന് കഴിയും. പക്ഷേ നിങ്ങളുടെ നേതാവ് പിണറായി വിജയന് കഴിയില്ല. കാരണം പിണറായി വിജയൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വലിയ അപച്യുതി അല്ലെങ്കിൽ മൂല്യച്യുതി, അപകടം എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഏർപ്പെട്ട അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾക്ക് കേരളത്തിലെ BJPയെ എതിർക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുദ്രാവാക്യം, നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക. നിങ്ങൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പവുമാണ്. ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും ഇല്ലായ്മയാൻ ആഗ്രഹിച്ചിട്ടില്ല. കേരളത്തിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്, ബംഗാളിനും എതിരായിരുന്നു. അത് നിങ്ങളുടെ അഴിമതി, നിങ്ങളുടെ അക്രമം, അതൊക്കെയാണ് നിങ്ങളെ എതിരൊക്കെ ഞങ്ങൾക്ക് കാരണം. 47 മുതൽ 42 മുതൽ നിങ്ങൾ സ്വീകരിച്ച പല നയങ്ങളും ദേശീയതയ്ക്കെതിരായത് കൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാക്കോടെ പറയാം. അതുകൊണ്ട്
ഈ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാതിരിക്കണമെങ്കിൽ മണ്ടത്തരം ഉപേക്ഷിച്ച് അന്ധമായ കോൺഗ്രസ് വിരോധം വിട്ട് BJP വർഗീയ ശക്തികൾ എത്തി നോക്കാൻ കഴിയാത്ത ഏക മണ്ണ് ഇന്ത്യയിൽ കേരളമാണ്. അവിടെ നിങ്ങൾ കോൺഗ്രസിനൊപ്പം ചേരൂ, നമുക്ക് അവന്മാരെ ഓടിക്കാം. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും BJP സ്വീകരിക്കുക. എന്തുകൊണ്ടാണ്? BJP-യുടെ നേതാക്കന്മാർ അന്ധമായ വിരോധം കൊണ്ടല്ല, ഇവർ നല്ല നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വ്യക്തമാണ്. ശ്രമിക്കുന്നു.